Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Hi all, welcome back to another session. ഇപ്പോൾ CUET PG 2023-ലെ അനലിറ്റിക്കൽ സ്കിൽസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 positions of a dice are shown below. അപ്പോ ഒരു ഡൈസിന്റെ രണ്ട് പൊസിഷൻസ്, ഒരേ ഡൈസ് ആണ്, അതിന്റെ രണ്ട് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആംഗിൾസ് എന്നുള്ള ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ when one is on the top, what number will be at the bottom? അപ്പോ ചോദിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. ഇപ്പൊ 1 ടോപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ബോട്ടത്തിൽ ഏതായിരിക്കും? അപ്പോ മീൻ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ 1ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ഏതാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കറിയാം, ഒരു ക്യൂബ് ആണെങ്കിലും ഒരു ഡൈസ് ആണെങ്കിലും അതിന് 6 സൈഡ് ഉണ്ടാവും. ഇപ്പൊ ഡൈസിന്റെ കേസ് നോക്കുമ്പോൾ അവിടെ ഒന്നിക്ക് ഡോട്ട് വെച്ചിട്ടാവും അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ടാവും നമുക്ക് ക്വസ്റ്റ്യൻസിൽ സാധാരണയായിട്ട് കാണാറുള്ളത്. ഇവിടെ നമുക്ക് നമ്പേഴ്സ് ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ 1ന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 1ന്റെ ഓപ്പോസിറ്റ് എന്തായാലും 6 വരില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ അഡ്ജസ്റ്റന്റ് ആയിട്ട് 6 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും 6 വരാനുള്ള ഒരു പോസിബിലിറ്റി 1ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇല്ല. 4 വരില്ല, പക്ഷെ നമുക്ക് 4 എന്തില്ല, ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, 2, 3, 5 ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തീർച്ചയായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ജസ്റ്റ് ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ഫിഗറിലും 6ഉം 4ഉം ഉണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള ചേഞ്ച് നടത്തിയിട്ടുള്ളൂ? ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിച്ചു. ഓക്കെ ആണല്ലോ. ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ തല തിരിച്ചിട്ടോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം രണ്ട് ഫേസ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ 6ഉം 4ഉം ഉണ്ട്, ഇവിടെയും 6, 4 ഉണ്ട്. ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു 4 ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഒരു 1 ഉണ്ടായിരുന്നത് ഈ ഒരു 5ന്റെ ഓപ്പോസിറ്റിലോട്ട്, അതായത് ബാക്കിലോട്ട് പോയി. ഈ ഒരു 4ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ബാക്കിലോട്ടായിട്ട് തീർച്ചയായിട്ടും 1 പോയി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. അപ്പൊ ജസ്റ്റ് മൈൻഡിൽ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു റൊട്ടേഷൻ വന്നത് ജസ്റ്റ് നോക്കുക. 6, 4 വന്നു, അതിന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് ഒന്ന് തിരിച്ചു. അപ്പൊ ആ ഒരു ബാക്ക് സൈഡിലോട്ട് അല്ലെങ്കിൽ 4ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് പോയി? 1 പോയി. ഇപ്പൊ 4ന്റെ റൈറ്റ് സൈഡിലുള്ളത് 5 ആണ്. അപ്പൊ 5ഉം 1ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. യെസ്, ദ സൺ ഇൻ ലോ ഓഫ് ക്യൂ. അവിടെ ലോന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. LAW ആണ് വരേണ്ടത്, പക്ഷെ LOW ഒരു ടൈപ്പോ എറർ ആണ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, ദ സൺ ഇൻ ലോ ഓഫ് ക്യൂ. ഓക്കെ, യെസ് എന്ന് പറയുന്നത് ക്യൂന്റെ സൺ ഇൻ ലോ എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്യൂ ഉണ്ടാവും. ഓക്കെ, ക്യൂന്റെ ഡോട്ടർ, ക്യൂസ് ഡോട്ടർ. ഓക്കെ, അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും തീർച്ചയായിട്ടും ആര് വരിക? എസ് വരിക. അതായത് ക്യൂന്റെ സൺ ഇൻ ലോ ആണ് തീർച്ചയായിട്ടും നമ്മൾ ഈ വരച്ച രീതിയിൽ നോക്കുമ്പോൾ എന്ത് വരുന്നത്? എസ് വരുന്നത്. ഓക്കെ, എസ്, ദ സൺ ഇൻ ലോ ഓഫ് ക്യൂ ഈസ് ബ്രദർ ഇൻ ലോ ഓഫ് പി എന്നാണ് പറയുന്നത്. പിന്റെ ബ്രദർ ഇൻ ലോ ആണ് എസ് എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്യൂന്റെ ഡോട്ടറിന്റെ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആയിരിക്കും തീർച്ചയായിട്ടും പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഹു ഈസ് ബ്രദർ ഓഫ് ആർ? പി ഹു ഈസ് ബ്രദർ ഓഫ് ആർ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആറിന്റെ ബ്രദർ ആണ് ആര്? ഓക്കെ, ആറിന്റെ ബ്രദർ ആണ് പി വരുന്നത്. അപ്പൊ ഇവിടെ റിലേഷൻ എത്രേ ഉള്ളൂ? ക്യൂ, അവരുടെ മക്കളാണ് ആരൊക്കെ? ക്യൂന്റെ മക്കളാണ്. ഒന്ന് ക്യൂന്റെ ഡോട്ടർ, അതുപോലെ തന്നെ നെക്സ്റ്റ് പി, നെക്സ്റ്റ് ആറും എന്താണ്? ക്യൂന്റെ സൺ ഓർ ഡോട്ടർ. ആറ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ഡാറ്റ നമുക്ക് അവിടെ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ക്യൂന്റെ മരുമകനാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ ഈസ് പി റിലേറ്റഡ് ടു ക്യൂ എന്നുള്ളതാണ്. പി റിലേറ്റഡ് ടു ക്യൂ. ഓക്കെ, പി എന്ന് പറയുന്നത് ക്യൂന്റെ ആരാണ്? തീർച്ചയായിട്ടും മകനാണ്, അതായത് സൺ ആണ്. ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ചൂസ് ദി നമ്പർ വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം others ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഓഡ് വൺ കണ്ടെത്താനാണ്. അപ്പോൾ ഇതിലൊരു ടേം ബാക്കിയുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ആ ഒരു ടേം ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കാം. 523, 734, 981, 853, 648 ഇത്രയാണ് ടേംസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കാം. 523 ഇവിടെ ലാസ്റ്റ് രണ്ട് ടേം നോക്കാം. 2ഉം 3ഉം ആണ്. ഈ 2+3 ആണ് 5. അതാണ് ഫസ്റ്റ് ടേം വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ 3+4 എന്ത് വരും? 7 വരും. അതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് 7 കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് 8+1 9 വരും. അതാണ് ഫസ്റ്റ് ടൈം 9 കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് 5+3 8 വരും. അതാണ് ഫസ്റ്റ് ടൈം 8 കൊടുത്തിട്ടുള്ളത്. ഇവിടെ 4+8 നോക്കാം 12 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 6 ആണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ, അതായത് 648 എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആൻസർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. നോക്കാം. 2 boys and 2 girls are playing cards and are seated at north, east, south, west of a table. അപ്പൊ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ.
നാലാളുകൾ ഇരിക്കുന്നുണ്ടാവും, ഒരാൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഇങ്ങോട്ടേക്ക് തിരിയാന്ന് പറയുമ്പോൾ, ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ വെസ്റ്റ് അല്ലേ, അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യാണ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്ന ആള് ഈസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇരിക്കുന്നത് അവിടെ ആയിരിക്കില്ല, പക്ഷെ ഫേസ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നോക്കുന്നത് എവിടെയായിരിക്കും, ഈസ്റ്റിലോട്ടായിരിക്കും. നെക്സ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന ആൾ എങ്ങോട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക, സൗത്തിലോട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഡയറക്ഷൻ ചെയ്ത നോർത്ത് തന്നെയാണ്, കാരണം ആ ഒരു പ്ലേസ് നമ്മൾ എന്താണ് ഡയറക്ഷൻ എന്തായിട്ട് എഴുതുക, നോർത്ത് ആക്കിയിട്ടാണ് ഇത്. പക്ഷെ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, സൗത്തിലോട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇയാൾ നോർത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ആ ഒരു ഡയറക്ഷൻ എന്താണ്, സൗത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഡാറ്റ പറയുന്നത് നോ ബോയ് ഈസ് ഫേസിങ് ഈസ്റ്റ്. ഇപ്പോ ബോയ് എന്ത് ചെയ്യുന്നില്ല, ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നില്ല. അതായത് ഇതല്ല, ഇയാളല്ലേ, ഇവിടെ ഇരിക്കുന്ന ആളല്ലേ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുക. തീർച്ചയായിട്ടും ഇവിടെ ആരും പറ്റില്ല, അവിടെ ഒരു ബോയ് വരാൻ വേണ്ടിയിട്ട് കഴിയൂല. ഈ ഒരു പൊസിഷനിൽ ഒരു ബോയ് വരാൻ വേണ്ടിയിട്ട് കഴിയൂല. നെക്സ്റ്റ്, പേഴ്സൺ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആർ നോട്ട് ഓഫ് ദി സെയിം സെക്സ്. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഒരേ സെക്സിലുള്ള ആളുകൾ, അതായത് മെയിലും മെയിലും ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റൂല, അതുപോലെ തന്നെ ഫീമെയിലും ഫീമെയിലും ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ മെയിൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ ഫീമെയിൽ വരും, ഇവിടെ ഫീമെയിൽ ആണെങ്കിൽ ഇവിടെ മെയിൽ വരും. ഓക്കെ ആണല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇവിടെ ബോയ് വരൂല, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ബോയ് ഉറപ്പായിട്ടും വരും. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും ഒരു ബോയ് ഒരു ഗേളും വന്നിരിക്കണം. ഇവിടെ എന്ത് ചെയ്യും, ഒരു ഗേൾ ആയിരിക്കും വരും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം, വൺ ഗേൾ ഈസ് ഫേസിങ് സൗത്ത്. ഒരു ഗേള് സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സൗത്തിലേക്ക് ഇയാളെ ഫേസ് ചെയ്യുന്ന, താഴോട്ട് ഫേസ് ചെയ്യുന്ന ഇയാളാണ്. അപ്പൊ ഇവിടെയും ഒരു ഗേൾ വന്നു, ബാക്കിയുള്ള ഒരു ബോയ് എവിടെ വരും, ഇവിടെയും വരും. അപ്പൊ ഇവിടെ രണ്ട് ബോയ്സ് വന്നു, ഇവിടെ രണ്ട് ഗേൾസ് വന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റിൽ സെയിം സെക്സ് പാടില്ല എന്ന്, ആ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഗേളും ബോയും ആണ് ഓപ്പോസിറ്റ്, രണ്ടാമത്തെ ഓപ്പോസിറ്റും ഗേളും ബോയും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ ആർ ബോയ്സ് ഫേസിങ്? ബോയ്സ് ഏതൊക്കെ ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത്? ഒന്ന് ബോയ്സ് എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഒരു ബോയ് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോയ് മുന്നിലേക്ക്, അതായത് നോർത്തിലോട്ടും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർത്ത് വെസ്റ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 1 തന്നെ നമുക്ക് റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. അജയ് സൈഡ് ദ ഗേൾ ഈസ് ദ വൈഫ് ഓഫ് ദി ഗ്രാൻഡ് സൺ ഓഫ് മൈ മദർ. അപ്പൊ അജയ് ഉണ്ട്, അജയിന്റെ മദർ, അജയ്സ് മദർ. ഓക്കെ, ഫീമെയിൽ ആണ്. അജയ്സ് മദർ, അവരുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ഒന്നിക്കെ അജയിന്റെ മകനാവാം, അല്ലാന്നുണ്ടെങ്കിൽ അജയിന്റെ വേറൊരു സിബ്ലിങ്ങിന്റെ മകനാവാം. നമ്മൾ അജയിന്റെ മകനാക്കിയിട്ട് തന്നെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അജയ് സൺ, ഓക്കെ, മെയിൽ ആണ്. അപ്പോ ദിസ് ഗേൾ ഈസ് ദ വൈഫ് ഓഫ് ഗ്രാൻഡ് സൺ ഓഫ് മൈ മദർ. ഈ ഒരു ഗ്രാൻഡ് സൺ ആണ് ഈ അജയിന്റെ സണ്ണ്, അവന്റെ വൈഫാണെന്നാണ് പറയുന്നത്. അജയിന്റെ സണ്ണിന്റെ വൈഫാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് അജയ് ടു ദാറ്റ് ഗേൾ? ഈ ഒരു വൈഫിന്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഗേളിന് റെപ്രസെന്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗേളിന് അജയ് ആരാന്നുള്ളതാണ്. അപ്പോ ഇവിടെ നോക്കാം, ഇവിടെ തീർച്ചയായിട്ടും അജയ് ആരാണ്? ഈ ഒരു ഗേളിന്റെ ഹസ്ബൻഡിന്റെ ഫാദർ ആണ്, ഫാദർ ഓർ മദർ ആണ്. അപ്പൊ നമുക്ക് അജയ് എന്നുള്ള പേരുകൊണ്ട് നമുക്ക് നോർമലി പറയാറുണ്ട്, എന്ത് ചെയ്യരുത്, പേര് മാത്രം വെച്ചിട്ട് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് മാർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അജയിനെ മാർക്ക് ചെയ്യാതിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഫാദർ ഇൻ ലോ, ബ്രദർ എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഒരു മെയിൽ ഓപ്ഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത്. ആ രീതിയിൽ ഞാൻ ഇവിടെ അജയിനെ മെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് വരാം, അത് ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ക്ലോസസ്റ്റ് ആയി വരുന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഗേൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് ഗേളിന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ ഫാദർ ഇൻ ലോ, നോർമൽ ഫാദർ അല്ല, മറിച്ച് ഫാദർ ഇൻ ലോ ആണ് വരിക. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ഫാദർ ഇൻ ലോ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ നമ്പർ സീരീസ്. ഗിവൺ നമ്പർ സീരീസിലെ മിസ്സിംഗ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. -1 0 7 26 63 215 342. എന്തെങ്കിലും റിലേഷൻ കിട്ടുന്നുണ്ടോ? 342 215 63 26. ഓക്കെ, ക്യൂബ്സുമായിട്ട് എന്തെങ്കിലും റിലേഷൻ മൈൻഡിൽ വരുന്നുണ്ടോ? ക്യൂബ്സ് -1 അല്ലേ ഇവിടെ വരുന്നത്. ജസ്റ്റ് ഫസ്റ്റ് ടേം നോക്കാം. 0 ക്യൂബ് 0 കൊടുക്കാം, -1 ഈസ് ഈക്വൽ ടു -1 ആണ്. നെക്സ്റ്റ് 1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ആണ്, 1 - 1 ഈസ് ഈക്വൽ ടു 0 വന്നു. നെക്സ്റ്റ് 2ന്റെ ക്യൂബ് 8 ആണ്, 8 - 1 ഈസ് ഈക്വൽ ടു 7. നെക്സ്റ്റ് 3ന്റെ ക്യൂബ് 27 ആണ്, 27 - 1 ഈസ് ഈക്വൽ ടു 26. നെക്സ്റ്റ് 4ന്റെ ക്യൂബ് 64 ആണ്, -1 ഈസ് ഈക്വൽ ടു 63. നെക്സ്റ്റ് 5ന്റെ ക്യൂബ് 125 ആണ്, 125 - 1 ഈസ് ഈക്വൽ ടു 124 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് 6ന്റെ ക്യൂബ് 216 ആണ്, -1 215 വന്നു. നെക്സ്റ്റ് 7ന്റെ ക്യൂബ് 343 ആണ്, 343 ആണ്, -1 342 വന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ക്യൂബ്സ് -1 അല്ലെങ്കിൽ n ക്യൂബ് -1 എന്ന് നമുക്ക് അതിനെ നോർമൽ റിലേഷൻ പറയാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ. തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിലെ മിസ്സിംഗ് നമ്പർ ഏതാന്നുള്ളതാണ്, ഈ ഒരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ നോക്കാം. 5 into 4 എത്രയാണ്? 5 into, ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ വളരെ ഈസി ആണ്. ഫസ്റ്റത്തെ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ 5 into 4 plus 6 plus 7
നോക്കാം 5 into 4 20 ആണ് 20 plus 6 plus 7 എന്ന് പറയുമ്പോൾ 13 ആണ് 20 plus 13 33 വന്നു അതാണ് മിഡിൽ ടേം ആയിട്ട് വന്നിട്ടുള്ളത് സെയിം റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം 6 into 7 എത്രയാണ് 42 ആണ് plus 5 plus 4 9 ആണ് 42 plus 9 എന്ന് പറയുമ്പോൾ 51 ആണ് സെയിം റിലേഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ സെയിം റിലേഷൻ നമുക്ക് ലാസ്റ്റിലും അപ്ലൈ ചെയ്യാം 9 into 5 45 ആണ് plus 1 plus 3 plus 1 plus 2 എന്ന് പറയുമ്പോൾ 3 ആണ് അപ്പോ 45 plus 3 48 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം സം ബാഗ്സ് ആർ പോക്കറ്റ്സ് അപ്പൊ എന്താണ് ഒരു സിലോജിസം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വെൻ ഡയഗ്രാം വരക്കാം സം ബാഗ്സ് ആർ പോക്കറ്റ്സ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്നത് നോ പോക്കറ്റ് ഈസ് എ പൗച്ച് ഓക്കെ ഫസ്റ്റ് കൺക്ലൂഷനിലോട്ട് ഞാൻ വരാണ് നോ ബാഗ് ഈസ് എ പൗച്ച് ബാഗും പൗച്ചും തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല എന്നാണ് പറയുന്നത് മേ ബി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം രണ്ട് കേസസോടെ പോസിബിൾ ആണ് കാരണം നമുക്ക് അതിനെ കുറിച്ച് അതായത് ബാഗിനെയും പൗച്ചിനെയും ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു റിലേഷൻ നമുക്ക് അവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് ഓപ്ഷനോടെ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല നെക്സ്റ്റ് പറയുന്നത് സം ബാഗ്സ് ആർ നോട്ട് പൗച്ച് എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം ഈ ഒരു രീതിയിലാണ് പൗച്ച് വരുന്നതെന്ന് വിചാരിച്ചോ മേ ബി അങ്ങനെ വരാം പോസിബിലിറ്റി ഉണ്ട് ഓക്കെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും എന്താ വരിക തീർച്ചയായിട്ടും ഓൾ ബാഗ്സ് എന്തായിട്ട് വരും ഓൾ ബാഗ്സ് പൗച്ച് ആയിട്ട് വരും പക്ഷെ അവിടെ ഒരു പ്രശ്നം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാഗ്സിനും പോക്കറ്റ്സിനും കോമൺ ഏരിയ ഉണ്ട് എന്ന് ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആയി അത് വരൂലേ കാരണം എന്താന്ന് വെച്ചാൽ ഇത് പൗച്ചായി കൊടുക്കുകയാണെങ്കിൽ പൗച്ചിനും അതുപോലെ തന്നെ പോക്കറ്റിനും കോമൺ ഏരിയ വന്നു അങ്ങനെയുള്ള ഒരു സിനാരിയോ വരാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ ബാഗ്സും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പൗച്ചാവാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും സം ബാഗ്സ് എന്താണ് പൗച്ച് അല്ലാത്തവരും ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് എല്ലാ ബാഗ്സും പൗച്ച് ആയാലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പൗച്ചിനും പോക്കറ്റിനും കൂടി കോമൺ ഏരിയ വരും അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആവും അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ സം ബാഗ്സ് ആർ നോട്ട് പൗച്ച് എന്നുള്ളത് നമുക്ക് എങ്ങനെയായാലും ഷുവർ ആയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആണ് ഓക്കെ അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് പറയുന്നത് സം പോക്കറ്റ്സ് ആർ ബാഗ്സ് ഇവിടെ നോക്കാം ഇവിടെ സം പോക്കറ്റ്സ് ബാഗ്സും കൂടി ആണല്ലോ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത് നോ പോക്കറ്റ് ഈസ് എ ബാഗ് ഇവിടെ പോക്കറ്റിനും ബാഗിനോട് കോമൺ ഏരിയ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഈ ഒരു കൺക്ലൂഷൻ എന്താണ് തെറ്റാണ് നോ പോക്കറ്റ് ഈസ് എ ബാഗ് എന്ന് പറയുന്നത് തെറ്റാണ് നമുക്ക് സെക്കൻഡും അതുപോലെ തന്നെ തേർഡും എന്താണ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഓൺലി 2 and 3 ഈസ് ഫോളോയിങ് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം ഓഫ് ദി സീരീസ് 1 3 6 18 36 108 ഒക്കെ ആണല്ലോ അപ്പോ നോക്കാം 1 3 6 18 36 108 അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമിന് എന്താ ചെയ്യുന്നത് 1 into 3 3 വന്നു നെക്സ്റ്റ് 3 into 2 6 വന്നു നെക്സ്റ്റ് 6 into 3 18 വന്നു നെക്സ്റ്റ് 18 into 2 36 വന്നു നെക്സ്റ്റ് 36 into 3 108 വന്നു അപ്പൊ into 3 into 2 into 3 into 2 into 3 നെക്സ്റ്റ് into 2 ആയിരിക്കും 108 into 2 എന്ന് പറയുമ്പോൾ 216 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ് കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോളോയിങ് അസംഷൻ ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദി അസംഷൻ ഈസ് ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക അതിന്റെ അസംഷൻ നോക്കുക ഏതൊക്കെ അസംഷൻ ആണ് ഇംപ്ലിസിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹിസ് റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഷെയർസ് ഓഫ് കമ്പനി XYZS is only a gamble അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് നോക്കുക ഗാംബിൾ എന്നുള്ളതാണ് ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐദർ ലോസ് ഉണ്ടാവാം അല്ലെങ്കിൽ എന്തുണ്ടാവാം ഗെയിൻ ഉണ്ടാവാം രണ്ടും അവിടെ എന്താണ് പോസിബിൾ ആണ് ഗാംബ്ലിംഗിൽ അല്ലെ ഫസ്റ്റത്തെ അസംഷൻ പറയുന്നത് ഹി മേ ഇൻകർ ലോസ് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെന്റ് മേ ബി അദ്ദേഹം ലോസ് ഇൻകർ ചെയ്തേക്കാം എന്നാണ് പറയുന്നത് രണ്ടാമത്തത് പറയുന്നത് ഹി മേ ഗെയിൻ ഫ്രം ഹിസ് സ്റ്റേറ്റ്മെന്റ് മേ ബി അദ്ദേഹത്തിന് കുറച്ച് ഗെയിനും ഉണ്ടായിരിക്കാം അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ തീർച്ചയായിട്ടും എന്താവുള്ളൂ തീർച്ചയായിട്ടും ട്രൂ ആവുള്ളൂ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഐദർ 1 or 2 ഈസ് ഇംപ്ലിസിറ്റ് എന്ന് പറയാൻ പറ്റും രണ്ടും ഫോളോ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇൻ സം കേസ് ഗാംബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻ സം കേസ് അദ്ദേഹത്തിന് ലോസ് ഉണ്ടാവാം മേ ബി ഗെയിൻ ഉണ്ടാവാം അപ്പൊ ആ ഒരു രീതിയിലാണ് തീർച്ചയായിട്ടും അവിടെ കാര്യങ്ങൾ വർക്ക് ചെയ്യുക ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത് ബാക്കി ഒരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും ഇതുവരേക്കും ബൈ